2020 ജനുവരിയിലാണ്, ജനുവരി 11-നാണ് ഫ്ലാറ്റ് പൊളിച്ചത്. അറിയാലോ, ഫ്ലാറ്റ് നമ്മുടെ മരട് ഫ്ലാറ്റ് ഡിമോളിഷ് ചെയ്ത കാര്യം. അപ്പോൾ അതിലായിരുന്നു നമ്മുടെ ഫ്ലാറ്റ്. അതായിരുന്നു നമ്മുടെ സ്വപ്നഭവനം എന്ന് പറഞ്ഞ് നമ്മളന്ന് മേടിച്ച് ഞങ്ങളൊരു 6-7 വർഷം താമസിച്ചായിരുന്നു ആ ഫ്ലാറ്റ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 4 ദിവസത്തിനുള്ളിൽ മാറേണ്ടി വന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വില്ലയുണ്ട്. വില്ലയിലേക്ക് ഒറ്റ സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് അന്ന് തന്നെയാണ് മൊത്തം ഹൗസ് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ച് അപ്പം എങ്ങനെയായാലും ഒരു വീട് സെറ്റാക്കണമെന്നുള്ളൊരു പെട്ടെന്നൊരു ഇത് വന്ന് അങ്ങനെ ഈ സ്ഥലം കണ്ട് മേടിച്ച് അങ്ങനെ തുടങ്ങിയാണ്. 2021 ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പം സ്റ്റാർട്ട് ചെയ്തു, പണി സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കൊണ്ട് തീർത്തു. സെക്കൻഡ് ഒരു വേവ് വന്നില്ലേ, അപ്പോൾ ആ സമയത്തായിരുന്നു ഹൗസ് വാമിങ് പ്ലാൻ ചെയ്തത്. അത് 2022 ജനുവരിയിലായിരുന്നു. അപ്പൊ ജനുവരിയിലാണ് ജനുവരി 11-ലാണ് ഫ്ലാറ്റ് പൊളിച്ചത്. ജനുവരി 11 തന്നെ വെക്കാന്നൊക്കെ വൈഫ് പറഞ്ഞു നമ്മുടെ ഹൗസ് വാമിങ്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഒരാഴ്ച കൂടെ നീക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ജനുവരി 18-ാം തീയതി ആയിരുന്നു ഹൗസ് വാമിങ്. അപ്പൊ ആ സമയത്ത് സെക്കൻഡ് വേവ് വന്നിട്ട് എന്താ പറയാ 20 പേരെ പാടുള്ളൂ ഫംഗ്ഷന്. അങ്ങനെ അപ്പൊ ആ സമയത്ത് തന്നെ ഞാനൊരു 500 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ ഒരു 20 പേരെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനവിടെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ അവിടെ ഗ്രാൻഡായിട്ട് തന്നെ നടത്തി. നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു സ്വപ്നം. അതെ, അതെ. ഇപ്പൊ ഫ്ലാറ്റ് പൊളിക്കുന്ന സമയത്താണല്ലോ നമ്മൾ അവിടെ പൊളിക്കുന്ന സമയത്ത് ഞാനാണ് അതിൻ്റെ അകത്ത് കുറെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റിച്ചൊക്കെ വേറെ ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഓരോ ഫ്ലാറ്റിന്റെ അകത്ത് നമ്മൾ കയറി നോക്കുമ്പോഴാണ് എല്ലായിടത്തും ഇന്റീരിയറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അവരുടെ എന്താ പറയുക സ്വപ്നമാണല്ലോ ഒരു വീടെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ പൊളിച്ചു കളയുന്ന കാണുമ്പോഴേ നമ്മൾ ആപ്പാടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ആ സമയം. മനസ്സൊന്ന് ഇടറുന്നുണ്ട്. ഇത് കൊള്ളാലേട്ടാ, ഒരുപാട്. അത് നല്ല കിടിലൻ. ഇതിൽ കിടന്നുറങ്ങാം, രണ്ടാൾക്ക് സുഖമായിട്ട് കിടന്നു. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ TV താഴത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം നടക്കില്ല. എല്ലാവരും ഫുഡ് കഴിക്കുന്നതും എല്ലാം താഴത്തായിരിക്കും. അത് കാരണമാണ് TV മുകളിലേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഞാൻ ഫ്ലാറ്റിലുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കണ ഇവിടെ ഇരുന്നുണ്ട്. അത് കാരണം നല്ല ശീലമല്ല. അതെ അതെ അതെ, അത് കാരണം ചേഞ്ച് ചെയ്തതാണ് ഇങ്ങോട്ട് കൊണ്ടുവച്ചത്. അടിപൊളി. ഞാൻ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഒന്ന് ഈ ഒരു രൂപത്തിലാന്ന് തോന്നുന്നു ചേട്ടനെ ഫസ്റ്റ് ടൈം എല്ലാരും കാണുന്നത് അല്ലേ? താടി മീശ ഒന്നും അങ്ങനെ തന്നെയായിരുന്നു, ക്ലീൻ ഷേവിലായിരുന്നു. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2016 ആയപ്പോഴത്തേക്കാണ് ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് പോയി. അപ്പൊ കുറെ നാളത്തേക്കുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ ഡെയിലി ഷേവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാ വളരട്ടെ എന്ന് ഓർത്തിട്ട് തിരിച്ചു വന്നപ്പോ താടി വെച്ച് കഴിഞ്ഞു. അതുവരെ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു താടിയൊക്കെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോലം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞു ഇനി വടിച്ചിട്ട് വീട്ടിലോട്ട് കയറണം എന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത് ഭാര്യ പേടിയാണോ അതോ? ഭാര്യ പേടി എന്ന് പറഞ്ഞാൽ ജീവിക്കണ്ടേ, വല്ലപ്പോഴും ഇവിടെ വരുമ്പോ എന്തെങ്കിലും കിട്ടണ്ടേ കഴിക്കാൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് റൂം. അത് നമ്മുടെ ബെഡ്റൂമാണ്.